9ാം ക്ലാസ്സിലെ ഈ പാഠഭാഗം വിവർത്തനം ചെയ്യണമെന്ന് എനിക്ക് 2 പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വിവർത്തനം ഉപകാരകരമാകുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. पाठ एक कविता है। कविता की ओर जाने से पहले एक शॉर्ट फिल्म देखें। शॉर्ट फिल्म का नाम है आराम घर। അപ്പം നിങ്ങൾക്ക് പാഠഭാഗം തുടങ്ങുമ്പോൾ തന്നെ ഒരു കവിതയാണുള്ളത്. ആ കവിത പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഷോർട്ട് ഫിലിം കാണാമെന്നാണ് അധ്യാപിക പറയുന്നത്. ആ ഷോർട്ട് ഫിലിമിൻ്റെ QR കോഡ് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അത് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ആ ഷോർട്ട് ഫിലിം കാണാം. ആ ചിലപ്പോൾ QR സ്കാനർ ഇല്ലാത്തവരുണ്ടായിരിക്കും. അപ്പോൾ ആ ഷോർട്ട് ഫിലിമിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾക്ക് അതുവഴി കാണാൻ പറ്റും. നല്ലൊരു ഷോർട്ട് ഫിലിമാണത്. ആരാം ഘർ എന്നാണ് അതിൻ്റെ പേര്. അതായത് വീട്, വിശ്രമിക്കാനുള്ള വീട് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിലെ കഥ ഞാൻ ചുരുക്കിയെന്ന് പറയാം. ഒരു മകനും ഉണ്ട്, ഒരു അമ്മയും ഉണ്ട് ആ ഷോർട്ട് ഫിലിമിൽ. അപ്പോൾ അമ്മ ഒരു വൃദ്ധാശ്രമത്തിൽ താമസിക്കുകയാണ്. വയ്യാതെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പം മകൻ അമ്മയെ കാണാൻ അവിടെ എത്തുന്നു. അമ്മയ്ക്ക് മരുന്നൊക്കെ ആയിട്ട്, അതായത് അമ്മ മരിക്കാറായി കിടക്കുകയാണ്. അപ്പം അമ്മ തന്നെ പറയുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ 12 വർഷമായിട്ട് ആ വൃദ്ധാശ്രമത്തിലാണെന്ന്. അപ്പോൾ അമ്മ മകനോട് പറയുന്നു, എൻ്റെ അവസാന ആഗ്രഹമായിട്ട് നീ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യണം, ഈ ആശ്രമത്തിന് വേണ്ടി ചെയ്യണം എന്ന് പറയും. അപ്പം മകൻ ഇങ്ങനെ അതൊരു വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ എന്താ പറ എന്നുള്ള രീതിയിൽ കേൾക്കാൻ പറയും. അപ്പം അമ്മ പറയുന്നത്, എൻ്റെ മെത്ത നീ നോക്കൂ, അത് നന്നായിട്ട് കീറിയിരിക്കുകയാണ്. അപ്പം നീ ഒരു 20 മെത്ത വാങ്ങിച്ച് ഈ ആശ്രമത്തിന് നൽകണം. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഫാൻ, അത് എപ്പോൾ വേണമെങ്കിലും നിന്ന് പോകാം. അപ്പോൾ ഒരു 5 ഫാൻ വാങ്ങിച്ച് ഈ ആശ്രമത്തിന് ഡൊണേറ്റ് ചെയ്യണം. അതുകൂടാതെ അമ്മ ഫ്രിഡ്ജ് വേണമെന്ന് പറയും. കിച്ചണിലേക്കൊരു ഫ്രിഡ്ജ് വേണമെന്ന് പറയും. അപ്പം അതെന്തിനാണെന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഈ ഭക്ഷണം പന്നലായിപ്പോൾ, അതായത് നമുക്ക് വിശപ്പൊന്നുമില്ല പ്രായമായി കഴിഞ്ഞാൽ. അപ്പോൾ ഏത് സമയത്താണ് ഭക്ഷണം കഴിക്കാൻ തോന്നുക എന്നറിയില്ല. അപ്പോൾ നമുക്ക് തോന്നുന്ന സമയത്ത് ഭക്ഷണം കഴിക്കണമെങ്കിൽ അതൊരു ഫ്രിഡ്ജ് വേണമെന്ന് പറയും. അപ്പം മകൻ പറയും, അമ്മയ്ക്ക് ഇത്രയ്ക്ക് ഒരു അവസ്ഥയിൽ അമ്മ ജീവിച്ചെങ്കിൽ അമ്മ പറഞ്ഞുകൂടായിരുന്നു, നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വൃദ്ധാശ്രമത്തിൽ പൊക്കൂടായിരുന്നു എന്ന് മകൻ അമ്മയോട് ചോദിക്കും. അപ്പം അമ്മ പറയുന്നത്, ഇത് എനിക്ക് ഈ അവസ്ഥയിൽ ജീവിക്കാൻ പറ്റും. എനിക്ക് ആശങ്ക നിന്നെ ഓർത്താണ്. ഭാവിയിൽ നിൻ്റെ മകൻ നിന്നെ ഈ ആശ്രമത്തിൽ കൊണ്ടുവിടുമ്പോൾ നിനക്ക് ഒരു പക്ഷേ ഈ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ ആ മകൻ്റെ കണ്ണ് തുറക്കുന്നൊരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. पाठ्यपुस्तिका में QR कोड दिया गया है। पात्र कौन कौन है? माँ और बेटा। ആ ഷോർട്ട് ഫിലിമിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അമ്മ എവിടെയാണ് അതിൽ? വൃദ്ധാശ്രമത്തിലാണ്. और बेटा माँ को देखने वृद्धाश्रम आया है। മകൻ അമ്മയെ കാണാൻ വൃദ്ധാശ്രമത്തിൽ എത്തിയിരിക്കുന്ന ഒരു സീനാണ് അതിൽ കാണിക്കുന്നത്. അമ്മയുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരുന്നു? അമ്മയ്ക്ക് മരുമകളെയും മുന്നേയും കാണാനുള്ള ആഗ്രഹമായിരുന്നു. അവസാനം അമ്മ മകനോട് എന്താഗ്രഹങ്ങളാണ് പറയുന്നത്? അമ്മയുടെ മെത്ത കീറിയിരിക്കുകയാണ്. ഫഡ്ഗ എന്ന് വെച്ചാൽ കീറിയിരിക്കുക. അതുകൊണ്ട് തന്നെ 20 മെത്ത എത്തിച്ചു കൊടുക്കണമെന്ന് പറയുന്നു. പിന്നെ ഫ്രിഡ്ജ് വേണമെന്ന് പറയുന്നു. പങ്ക എന്ന് പറഞ്ഞ ഫാനാണ്. ഫാനും ചീത്തയായിരിക്കുന്നു. അതിനാൽ 5 ഫാനും കൊണ്ടുവരണമെന്ന് പറയുന്നു. ഇതൊക്കെ അമ്മയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടതാണോ? അല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആവശ്യപ്പെട്ടത്. മകൻ വൃദ്ധനാകുമ്പോൾ, അപ്പം മകൻ ബൂട്ട എന്ന് പറയുമ്പോൾ വൃദ്ധാവസ്ഥയിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തെ വൃദ്ധാശ്രമത്തിൽ എത്തിക്കുമെന്ന് പറയുന്നു. അപ്പം മകനെ നോക്കാനും, ദേഖ്ഭാൽ എന്ന് പറയുമ്പോൾ നോക്കാനും അമ്മയില്ല. അതുകൊണ്ട് മകന് എത്തുന്ന സമയത്തും ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ഇപ്പോഴേ വേണമെന്ന് അമ്മ മകനോട് പറഞ്ഞത്.
ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? माँ को अपने बेटे की चिंता सदैव रहती है। അമ്മയ്ക്ക് അവരുടെ മകൻ്റെ वे ചിന്തയായിരുന്നു अपने എല്ലാ बेटे को നിമിഷവും. कितना प्यार करती है। അമ്മ മകനെ എത്ര സ്നേഹിക്കുന്നു. यहाँ माँ की अवस्था किसकी ओर संकेत करती है? ഇവിടെ അമ്മയുടെ അവസ്ഥ ആരുമായിട്ടാണ് आज के ഉപമിക്കുന്നത്? समाज की ओर। ഇന്നത്തെ ലോകത്തെ വെച്ചിട്ടാണ്. आज समाज में वृद्धाश्रम की संख्या दिन ब दिन बढ़ती जा रही है। ഇന്ന് സമൂഹത്തിൽ, സമാജം എന്ന് പറയുമ്പോൾ ഇന്നത്തെ സമൂഹത്തെയാണ് ഇവിടെ അമ്മയുടെ അവസ്ഥ കാണിക്കുന്നത്. അതായത് ഇന്നത്തെ സമൂഹത്തിൽ വൃദ്ധാശ്രമത്തിലെ എണ്ണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. അതായത് മക്കൾ അമ്മമാരെ വൃദ്ധാശ്രമത്തിൽ ഉപേക്ഷിക്കുന്നത് ഇന്നത്തെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. में वृद्धाश्रम की संख्या दिन ब दिन बढ़ती जा रही है। अब हाइकू का नाम कहीं सुना है? നിങ്ങൾ ഹൈക്കു എന്ന് കേട്ടിട്ടുണ്ടോ? ഹൈക്കു എന്നൊരു പേര് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ये मूल रूप से जापानी कविता है। ഇതൊരു ചെറിയ കവിതയാണ്. ഹൈക്കു എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് കവിതകളാണ്. ഹൈക്കു എന്ന് പറയുമ്പോൾ അത് 3 വരിയോ മറ്റോ കാണുകയുള്ളൂ. അതിൽ വളരെ ചെറിയ കവിതയായിരിക്കും. പക്ഷേ ആ 3 വരിക്കുള്ളിൽ തന്നെ അതിൻ്റെ അർത്ഥം, അതായത് ആ 3 വരി കൊണ്ട് തന്നെ അത് സമാപിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ 3 വരിക്കുള്ളിൽ തന്നെ ഉണ്ട്. मूल रूप से जापानी कविता है। ऐसी कविता हमें तुरंत तीव्र अनुभूति प्रदान करती है। അതായത് അത് ചെറിയ കവിത ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ അർത്ഥവും മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു കവിതയാണ് ഹൈക്കു. ऐसी कविता हमें तुरंत तीव्र अनुभूति प्रदान करती है। अब हम ये हाइकू देखें। ഒരു ഹൈക്കു കേൾക്കാം നമുക്ക്. मैया की आई वृद्धाश्रम से चिट्ठी, कैसे हो बेटा। അപ്പോൾ ആ ഹൈക്കു ഇതാണ്. മയ്യാക്കി ആയി വൃദ്ധാശ്രം സെ ചിട്ടി കേസേ ഹോ ബേട്ട. ഇത്രയേ ഉള്ളൂ കവിത. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും. എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അമ്മ, മയ്യ എന്ന് പറയുമ്പോൾ അമ്മയാണ്. അമ്മയുടെ കത്ത് വൃദ്ധാശ്രമത്തിൽ നിന്നെത്തി. എന്തുണ്ട് മകനെ എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ എങ്ങനെ മകൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചുകൊണ്ടുള്ള കത്തെത്തി. मैया की आई वृद्धाश्रम से चिट्ठी, कैसे हो बेटा। मैया कौन है? അമ്മ, മയ്യ എന്ന് പറഞ്ഞാൽ ആരാണ്? माँ। അമ്മയാണ്. चिट्ठी आई അമ്മയുടെ കത്തെത്തി. എവിടെ നിന്നാണ്? वृद्धाश्रम से। വൃദ്ധാശ്രമത്തിൽ നിന്ന്. आपकी चिट्ठी आई कहाँ से? वृद्धाश्रम से। അമ്മയുടെ കത്ത് വൃദ്ധാശ്രമത്തിൽ നിന്നെത്തി. चिट्ठी किसको मिली थी? ആർക്കാണ് കത്ത് കിട്ടിയത്? बेटे को। മകന്. चिट्ठी किसको मिली थी? ആർക്കാണ്? बेटे को। മകൻ, ബേട്ട മകൻ. माँ बेटे से क्या जानना चाहती है? അമ്മ മകനിൽ നിന്ന് എന്താണ് അറിയാൻ ആഗ്രഹിക്കുന്നത്? बेटे की हालत कैसी है? മകൻ്റെ അവസ്ഥ. ഹാലത്ത് എന്ന് പറഞ്ഞാൽ അവസ്ഥയാണ്, അതെങ്ങനെയുണ്ടെന്ന്. क्या जानना चाहती है? बेटे की हालत कैसी है? देखिए बच्चों, यहाँ माँ का अपने बेटों से संबंध कितना सशक्त है। ഇവിടെ നോക്കിക്കേ കുട്ടികളെ, അവിടെ അമ്മയ്ക്ക് മകനോടുള്ള ആ ഒരു സ്നേഹബന്ധം എത്ര ശക്തമാണ്. तो वृद्धाश्रम में है, लेकिन वहाँ रहकर भी माँ को अपने बेटे की चिंता है। അമ്മ വൃദ്ധാശ്രമത്തിലാണ്, പക്ഷെ അവിടെ ജീവിച്ചിരിക്കുമ്പോൾ പോലും അമ്മയ്ക്ക് മകൻ്റെ മകനെ പറ്റിയുള്ള വേവലാതിയാണല്ലേ. यही तो माँ है। ഇതാണ് അമ്മ. और बेटे कभी कभी जाने अनजाने माँ को समझने में असमर्थ रहते हैं। അപ്പം മകൻ ജാനെ അഞ്ജന എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അമ്മയെ മനസ്സിലാക്കാൻ പറ്റാതെ പോയി, അതിൽ സമർത്ഥനാകാതെ പോയെന്നാണ്. അസമർത്ഥം എന്ന് പറയുമ്പോൾ അതിന് ശ്രമിക്കാതെ, അല്ലെങ്കിൽ അതിൽ കാണിക്കാതെ പോയി. അതായത് മകൻ അവൻ്റെ അമ്മയെ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് അമ്മയെ മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രമാണല്ലോ അമ്മയെ വൃദ്ധാശ്രമത്തിൽ കൊണ്ടുവിട്ടത്. बेटे कभी कभी जाने अनजाने माँ को समझने में असमर्थ रहते हैं। अब हम जरा ये कविता पढ़ें। നമുക്ക് ഇനി കവിത പഠിക്കാം. नाम है കവിതയുടെ പേര് थी माँ। പുൽബനീത്തിമ എന്ന് का പറഞ്ഞാൽ नाम है पुल। അമ്മയാകുന്ന പാലം. कवि का नाम है കവിയുടെ പേര് नरेंद्र पुंडरी। നരേന്ദ്ര का नाम പുണ്ടരീക്. नरेंद्र पुंडरी। देखिए നോക്കാം, कविता सुनिए। കവിത കേട്ടോളൂ. हम भाइयों के बीच पुल बनी थी माँ, जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना
बिना किसी हरी लाल बत्ती के हम लोगों की चुप चुप छक छक। विदा के बाद हम भाइयों के बीच पुल बनी थी माँ, अचानक नहीं टूटी, धीरे धीरे टूटती रही। हम देखते रहे और मानते रहे कि बूढ़ा रही है माँ। हम भाइयों के बीच पुल बनी थी माँ। ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിലൊരു പാലമായിരുന്നു അമ്മ. दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की चुप चुप छक छक। विदा के बाद വീണ്ടും കവിത ചൊല്ലിക്കേൽപ്പിക്കുകയാണ്. पुल बनी थी माँ, अचानक नहीं टूटी, धीरे धीरे टूटती रही। हम देखते रहे और मानते रहे कि बूढ़ा रही है माँ। कविता के शीर्षक की ओर ध्यान दें। കവിതയുടെ തലക്കെട്ടിലേക്ക് ശ്രദ്ധിക്കൂ. शीर्षक क्या है? കവിതയുടെ തലക്കെട്ട് എന്താണ്? माँ। പൂൾ ബനീത്തിമ എന്ന് പറഞ്ഞാൽ പാലമാകുന്ന അമ്മ, അമ്മയാകുന്ന പാലം. माँ को यहाँ पुल कहा गया है। അമ്മയുടെ പാലത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. पुल कहा गया है। പുൽ എന്ന് പറഞ്ഞാൽ പാലം. पुल माने क्या है? പുൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നു. पुल माने क्या है? देखिए, पुल दो किनारों को आपस में जोड़ता है। രണ്ട് തീരങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒന്നാണ് आपस में പാലം. പുൽ പുല്ലാണ് വെച്ചാൽ പാലം. पुल क्यों कहा होगा? അമ്മ എന്തുകൊണ്ടായിരിക്കും പാലമായിട്ട് ഉപമിച്ചത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. हाँ, माँ घर के सदस्यों को आपस में जोड़ती है। അമ്മയാണ് വീട്ടിലുള്ള ആളുകളെ എല്ലാം കൂടി ഒന്നിപ്പിക്കുന്നത്. आपस में जोड़ती है। ठीक है, तो आप इस प्रश्न का उत्तर सोच समझकर लिखिए, अपनी अध्यापिका को जरूर दिखाएं। അപ്പം ചോദ്യം ഇതാണ്, അമ്മ എന്തുകൊണ്ടാണ് പാലം എന്ന് പറഞ്ഞിരിക്കുന്നത്? അപ്പം അതിന് കാരണം ഈ അധ്യാപിക തന്നെ പറഞ്ഞു, കർക്കെ അതായത് വീട്ടിലെ ആളുകളെ ഒന്നിപ്പിച്ചു കൊണ്ടുവരുന്ന ആളാണ് അമ്മ. അപ്പം ഇതിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ എന്താ പറയുക ചിന്തിച്ചെഴുതാനാണ് പറയുന്നത്. എന്നിട്ട് നിങ്ങളുടെ അധ്യാപകരെ അത് കാണിച്ചു കൊടുക്കുക. यहाँ देखिए, हम भाइयों के बीच पुल बनी थी माँ। माँ हम भाइयों के बीच पुल बनकर रहती है. ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ, ഭായിയോ എന്ന് പറയുമ്പോൾ സഹോദരങ്ങൾക്കിടയിൽ ഒരു പാലമായിട്ട് മാറിയിരുന്നു അമ്മ. माँ परिवार के हर सदस्यों को आपस में जोड़ने वाली कड़ी है. माँ परिवार के हर सदस्यों को आपस में जोड़ने वाली कड़ी है. അമ്മ കുടുംബത്തിലെ, പരിവാർ എന്ന് പറയുമ്പോൾ കുടുംബത്തിലെ എല്ലാ സദസ്യവും എല്ലാ ആളുകളെയും ഒന്നിപ്പിക്കുന്ന, ജോഡിനെ വാലി എന്ന് പറഞ്ഞാൽ ഒന്നിപ്പിക്കുന്നതാണ്, ഒന്നിപ്പിക്കുന്ന ഒരു കണ്ണിയായിരുന്നു. കടി എന്ന് പറയുമ്പോൾ കണ്ണി, അതായത് ലിങ്കായിരുന്നു. അമ്മയാണ് അപ്പം വീട്ടിലെ എല്ലാവരെയും കൂടി ഒന്നിപ്പിക്കുന്നത്. അപ്പം മറ്റേ ക്വസ്റ്റ്യൻ്റെ ഉത്തരവും ഇത് തന്നെയാണ്. അമ്മയെ പാലമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. അതായത് അമ്മ ഞങ്ങൾ സഹോദരങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു പാലമായിരുന്നു. കാരണം അമ്മയാണ് കുടുംബത്തിലെ എല്ലാ സദസ്യരെയും ഒന്നിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു കണ്ണി. देखिए, जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की चुप चुप छक छक. जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की चुप चुप छक छक. देखिए, നോക്കാം. तो बच्चों के लिए पुल के समान है. അമ്മ കുട്ടികൾക്കൊരു പാലം പോലെയായിരുന്നു. पुल से बच्चों की जिंदगी बेधड़क यानी बेरोक-टोक अर्थात बिना किसी रुकावट के चलती है. मारूबी पुल से बच्चों की जिंदगी പാലം ആകുന്ന ആ രൂപത്തിലുള്ള അമ്മ കാരണം മക്കളുടെ ജീവിതവും ബേധടക്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം, ബിനാ കിസി രുക്കാവട്ടെ, അതായത് ഒരു തടസ്സങ്ങളും ഇല്ലാതെ അമ്മയായ ഒരു പാലം ഉള്ളത് കൊണ്ട് തന്നെ അമ്മയുടെ കുട്ടികളുടെ ജീവിതം ഒരു തടസ്സങ്ങളും ഇല്ലാതെ മുൻപോട്ട് പൊയ്ക്കൊണ്ടിരുന്നു.
छुक छुक छक छक चलने वाली गाड़ी क्या है? ചുക് ചുക് ചക് ചക് എന്ന് പോകുന്ന ഒരു വണ്ടി, അതായത് അതേതായിരിക്കും? ട്രെയിൻ ആയിരിക്കും അല്ലേ? റെയിൽ ഗാഡി. चलने वाली गाड़ी ഗാഡി എന്ന് പറഞ്ഞ വാഹനമാണേ, റെയിൽ ഗാഡി അതായത് ട്രെയിൻ. तब यहाँ रेलगाड़ी किसे कहा गया है? ഇവിടെ ആ ട്രെയിനായിട്ട് ഉപമിച്ചിരിക്കുന്ന ആരെയാ? हाँ वही, बच्चों की जिंदगी को रेलगाड़ी കുട്ടികളുടെ ജീവിതത്തെയാണ് ട്രെയിനായിട്ട് ഉപമിച്ചിരിക്കുന്നത്. जिंदगी को रेलगाड़ी कहा गया है. बिना किसी हरी लाल बत्ती के, बिना किसी हरी लाल बत्ती के, यहाँ हरी लाल बत्ती का मतलब क्या है? അപ്പോൾ ആ കവിതയിലുള്ളൊരു സെൻറ്റൻസ് ആണ് ബിനാ കിസി ഹരി ലാൽ ബത്തിക്ക്. എന്ന് പറഞ്ഞാൽ പച്ച ലൈറ്റ്. ലാൽ എന്ന് പറഞ്ഞാൽ സോറി, ഹരി എന്ന് പറഞ്ഞാൽ പച്ചയാണ്, ലാൽ എന്ന് പറഞ്ഞാൽ റെഡാണ്. അപ്പം ചുമപ്പോ പച്ചയോ, ബത്തി എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്, വെട്ടമില്ലാതെ. അപ്പോൾ ഇവിടെ ഹരിലാൽ ബത്തി കാ മത്ലബ് ക്യാ ഹെ? മത്ലബ് എന്ന് പറഞ്ഞ അർത്ഥമാണ്. ഹരിലാൽ ബത്തി എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് ചോദിക്കുന്നത്. रेलगाड़ी चलने के लिए हरे रंग की बत्ती और रुकने के लिए लाल रंग की बत्ती उपयोग. അപ്പം ഒരു ട്രെയിൻ വരാൻ, അതായത് ട്രെയിൻ ഓടണമെങ്കിൽ പച്ച കളർ ലൈറ്റും, അത് നിൽക്കണമെങ്കിൽ രുക്കിനെ കേലിയെ റെഡ് കളർ ലൈറ്റും എന്താണ് ഉപയോഗിക്കുന്നുണ്ടല്ലേ? रेलगाड़ी चलने के लिए हरे रंग की बत्ती और रुकने के लिए लाल बत्ती का ഉപയോഗം ആണ് ചെയ്യുന്നത്. इसमें कवि कहते हैं, ഇതിൽ കവി പറയുന്നു, से बेटों की जिंदगी रूपी रेलगाड़ी बिना किसी रुकावट के यानी बिना हरी लाल बत्ती के बेरोक तक चलती रहती है. അതായത് കവി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അമ്മയാകുന്ന പാലത്തിലൂടെ മക്കളാകുന്ന റെയിൽ ഗാഡി, അതായത് ട്രെയിൻ ഒരു വെട്ടോ, അതായത് ഒരു തടസ്സവുമില്ലാതെ, ബിനാ കിസി രുക്കാവട്ടെ, അതായത് ഒരു തടസ്സവുമില്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അമ്മയുടെ തണലിൽ കുട്ടികൾ ഒരു തടസ്സവും ഇല്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവരുടെ ജീവിതം. അതേ സെയിം അർത്ഥം തന്നെ. അതായത് അവരുടെ ജീവിതത്തിൽ അമ്മയാകുന്ന പാലമുള്ളത് കൊണ്ട് തന്നെ അവരുടെ ആ വാഹനങ്ങൾ, ജീവിതമാകുന്ന വാഹനം ഒരു തടസ്സവുമില്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഛായ എന്ന് പറയുമ്പോൾ അമ്മയുടെ തണലാണേ. ഛായ എന്ന് പറഞ്ഞാൽ തണൽ. വീണ്ടും കവിത പഠിക്കാം, വായിക്കാം. तो बच्चों, हमने अभी तक जो पढ़े हैं जरा एक बार फिर देख लें. അപ്പോൾ നമുക്ക് ഇതുവരെ പഠിച്ചത് ഒന്നുകൂടി നോക്കി നോക്കാം. कविता का नाम क्या है? കവിതയുടെ പേരെന്തായിരുന്നു? बनी थी माँ. അതെ, फूल बनी थी माँ. कवि कौन है? കവി ആരായിരുന്നു? नरेंद्र पुंडरीक. ठीक है. इस कविता में हम किसका सूचक है? അതായത് ഈ കവിതയിൽ ഫസ്റ്റ് സെൻറ്റൻസ് ഉണ്ട് ഹം ബായിയോങ്ക. അപ്പോൾ ഇവിടെ ഹം എന്ന് സൂചിപ്പിക്കുന്നത്, ഞങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത് ആരെയാണ്? ആരുടെ സൂചന? ആരെയാണ് സൂചിപ്പിക്കുന്നത്? അതായത് അമ്മയാണോ അതോ കുട്ടികളെയാണോ? ഞങ്ങൾ സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ അത് ആരെയായിരിക്കും? ഉറപ്പായിട്ടും കുട്ടികളെ തന്നെയാണല്ലേ? അതായത് ഇവിടെ ഹംന്ന് മക്കളെ പറ്റി തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. മക്കളെയാണ് ഹം എന്നുള്ളത് കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി അമ്മ എന്തായി തീർന്നത്? പാലം അല്ലേ? അപ്പം വീണ്ടും ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്, അമ്മയെ എന്തുകൊണ്ടാണ് പാലം എന്ന് പറഞ്ഞത്? അതായത്
മക്കളുടെ അതായത് ഗാഡി എന്ന് പറഞ്ഞ വാഹനമാണ്. വാഹനമാകുന്ന ജീവിതമുള്ള മക്കളെ പാലമാകുന്ന അമ്മയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതെങ്ങനെയായിരുന്നു നീങ്ങിക്കൊണ്ടിരുന്നത്? സാധാരണ നമുക്ക് ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ അമ്മയാകുന്ന പാലം ഉള്ളത് കൊണ്ട് ഈ മക്കളുടെ ജീവിതത്തിൽ ഒരു തടസ്സവും ഇല്ലാതെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബേധടക്ക് എന്ന് പറഞ്ഞാൽ തടസ്സമൊന്നുമില്ലാതെ. മാനെ ബേ റോക്ക് ടോക്ക് ബിനാ കിസി രുക്കാവട്ട് എന്ന് പറഞ്ഞാൽ തടസ്സം. ഒരു തടസ്സവും ഇല്ലാതെയാണ് അമ്മയാകുന്ന പാലത്തിലൂടെ ഈ മക്കളുടെ ജീവിതം കടന്നു പോയിക്കൊണ്ടിരുന്നത്. उनकी जीवन रूपी गाड़ी माँ रूपी धूप से चलती रहती थी। वो भी कैसे चलती रहती थी? എങ്ങനെയായിരുന്നു ആ പാലത്തിലൂടെ അവരുടെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ബേരോക്ക് ടോക്ക്. बिना किसी रुकावट के। ബേരോക്ക് ടോക്കിന്റെ അർത്ഥമാണ് ഒരു തടസ്സവുമില്ലാതെ. माने बेरोक टोक, ഒരു തടസ്സവുമില്ലാതെ किसी रुकावट के। ആണ് അവരുടെ ജീവിതം കടന്നു പോയിക്കൊണ്ടിരുന്നത്. यहाँ चुप चुप चलने वाली रेलगाड़ी का संबंध किससे है? അപ്പോൾ ഇവിടെ റെയിൽ ഗാഡിയായിട്ട് ആരെയാണ് അതായത് ആരെ സൂചിപ്പിക്കുന്നതാണ് റെയിൽ ഗാഡി? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലേ, മക്കളെ സൂചിപ്പിക്കുന്നതാണ്. बता सकते हो क्या? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? यहाँ चुप चुप चलने वाली रेलगाड़ी का संबंध किससे है? ആരോടാണ്? हाँ, बिल्कुल सही, മക്കളല്ലേ. बच्चों के जीवन। ബച്ചോന്റെ മക്കളുടെ ജീവിതത്തെ ആണ് ചുക് ചുക് ചലനെ വാലി റെയിൽ ഗാഡിയായിട്ട് സംബന്ധിച്ചിരിക്കുന്നത്. 6 पंक्तियों का आशय जोड़कर लिखें। നിങ്ങൾ ഈ 6 വരികളുടെ ആശയം നിങ്ങൾ എഴുതുക. दीपिका को दिखाएं। ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പം ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഈ 6 വരികളുടെ അർത്ഥം മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായ അർത്ഥം, ആ ആശയം നിങ്ങളുടെ ബുക്കിൽ എഴുതിയിട്ട് നിങ്ങളുടെ അധ്യാപികയെ കാണിക്കണം. 8 पंक्तियां देख लें। അടുത്ത വരികൾ നമുക്ക് നോക്കാം. पिता के बाद हम भाइयों के बीच पुल बनी थी माँ, अचानक नहीं टूटी, धीरे धीरे टूटती रही। हम देखते रहे और मानते रहे कि टूटा रही है माँ। पिता के बाद हम भाइयों के बीच पुल बनी थी माँ, अचानक नहीं टूटी, धीरे धीरे टूटती रही। हम देखते रहे और मानते रहे कि टूटा रही है माँ। पिता के चल बसने के बाद भी भाइयों के बीच माँ पुल बनी रही। അതായത് ആദ്യത്തെ ആ വരികളാണ് പറയുന്നത്, അച്ഛൻ മരിച്ചതിന് ശേഷം പിതാക്കി ജാനകി ബാദ് ബി, അമ്മ ഈ സഹോദരങ്ങൾക്കിടയിൽ ഒരു പാലമായി മാറി അല്ലേ. അതായത് അവരെ ഒരു തടസ്സവുമില്ലാതെ അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അമ്മ ഒരു പാലമായി മാറി. പക്ഷേ അങ്ങനെ അമ്മ ഇങ്ങനെ സമയം കഴിയും തോറും പതുക്കെ ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ പതുക്കെ ആ അമ്മ ചിതറാൻ തുടങ്ങിയായിരുന്നു. അല്ലെങ്കിൽ ടൂട്ട്ന എന്ന് പറഞ്ഞാൽ പൊട്ടാനാണ്. ആ പാലത്തിനായാലും ഒരുപാട് നാൾ വണ്ടികൾ ഓടിക്കഴിഞ്ഞാൽ കേടുപാട് സംഭവിക്കും അല്ലേ. അപ്പോൾ അമ്മയ്ക്കും ടൂട്ട എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അർത്ഥം പൊട്ടുക എന്നാണ്. അപ്പോൾ ആ പാലവും അതുപോലെ പൊട്ടാൻ തുടങ്ങിയിരുന്നു. അമ്മ പതുക്കെ പൊട്ടാൻ തുടങ്ങി. അപ്പോൾ പതുക്കെ ആ പാലം ഇതാവാൻ തുടങ്ങി. അതായത് ആ ടൂട്ട്നാലേക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടാൻ തുടങ്ങി. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? കിസിക്ക ടൂട്ട്ന ക്യാ ഹോത്താ ഹെ? ആരെങ്കിലും, അതായത് ടൂട്ട്ന എന്ന് പറഞ്ഞാൽ പൊട്ടുക എന്നുള്ള അർത്ഥമാണ്. അപ്പം വിള്ളലേൽക്കുക എന്നുള്ള ഒരു രീതിയിൽ അതെന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ദുർബൽ ഹോന. അപ്പം അതായത് ആ പാലത്തിൻ്റെ ബലം കുറയുമ്പോഴാണല്ലേ പാലം പൊട്ടുന്നത്. അപ്പോൾ ഇവിടെ ധീരെ ധീരെ ടൂട്ട്ന എന്നുദ്ദേശിക്കുന്നത് ദുർബലമാകുന്നു. അമ്മ ദുർബലയായിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. സമയം പോകുന്നതനുസരിച്ച് ദുർബലയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ടൂട്ട്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ദുർബൽ ഹോന, അതായത് ബലമില്ലാത്തതായി മാറുക. അമ്മ എങ്ങനെയായിരിക്കും ടൂട്ട്ന എന്ന് പറയുമ്പം? കംസോർ ഹോന. കംസോർ എന്ന് പറഞ്ഞാൽ ആരോഗ്യമില്ലാതെ, അതായത് ക്ഷീണിതമാകാൻ തുടങ്ങി. ദുർബൽ ഹോനയായിരിക്കും, അതായത് അമ്മയ്ക്കും ബലമില്ലാതാകാൻ തുടങ്ങി. പ്രായമാകുകയല്ലേ. അപ്പോൾ പ്രായമാകുന്നതനുസരിച്ച് എല്ലാ അമ്മമാരും കംസോർ ആയിക്കൊണ്ടിരിക്കും, അതായത് അവരുടെ ആരോഗ്യാവസ്ഥയൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ.
टूटने को उसकी मानसिक स्थिति से क्या कोई संबंध है? माँ के टूटने को उसकी मानसिक स्थिति से क्या कोई संबंध है? അപ്പം അമ്മ ദുർബലയായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ, അപ്പം അത് അമ്മയുടെ മാനസിക സ്ഥിതിയുമായിട്ട് എന്തെങ്കിലും സംബന്ധമുണ്ടോ? हाँ, मानसिक रूप से वो धीरे धीरे कमजोर होती गई, शरीर पर बुढ़ापे का असर दिखने लगा। അപ്പം മാനസികമായിട്ടും അമ്മ പതുക്കെ പതുക്കെ ധീരെ ധീരെ എന്ന് പറയുമ്പോൾ പതുക്കെ പതുക്കെ കംസോർ, അതായത് കംസോറി എന്ന് പറഞ്ഞാൽ ബലക്കുറവ്, അങ്ങനെ മാനസികമായിട്ടും അമ്മയുടെ ആ ഒരു ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശരീർ പർ ബൂട്ടാപ്പാക്ക അസർ ദിഗ്നയിലേക്ക്, അതായത് ശരീരത്തിലും ആ വൃദ്ധയാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ, അസർ ലക്ഷണമാണ്, ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങിയിരുന്നു. ദിഗ്നയിലേക്ക് കാണിക്കാൻ തുടങ്ങിയിരുന്നു. मानसिक रूप से वो धीरे धीरे कमजोर होती അപ്പം മാനസികമായിട്ട് അമ്മ കംസോരി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. बुढ़ापे का असर दिखने लगा। हम देखते रहे और मानते रहे कि बूढ़ा रही है माँ। അപ്പം ഞങ്ങൾ കണ്ടു, देखते रहे और मानते रहे മനസ്സിലാക്കി അമ്മ വൃദ്ധയായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. बूढ़ा रही है माँ। इसका आशय क्या है? എന്താണ് അമ്മ വൃദ്ധയാകുക എന്നുള്ളത് കൊണ്ട് എന്താണ് है माँ। ആശയം? देखिए, माँ मानसिक और शारीरिक रूप से कमजोर होती गई। അമ്മ മാനസികമായിട്ടും ശാരീരികമായിട്ടും इसका मतलब ബലം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മയുടെ. हाँ, ഇതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? शरीर दुर्बल होने लगा। കാരണം അമ്മയുടെ ശരീരം ദുർബലമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. लगा कि माँ बूढ़ा होने लगी। അപ്പം ഞങ്ങൾക്ക് മക്കൾക്ക് മനസ്സിലാകാനും തുടങ്ങി അമ്മ വൃദ്ധയാവുകയാണെന്ന്. होने लगा, हमें मालूम होने लगा कि माँ बूढ़ा होने लगी है। ഞങ്ങൾക്ക് മനസ്സിലാകാനും തുടങ്ങി അമ്മ ബൂട്ടയാവുകയാണെന്ന്. माँ ही एकमात्र आश्रय थी। അപ്പം മക്കൾക്ക് അമ്മ മാത്രമായിരുന്നു ഏക ആശ്രയം. हमें ये पता चलता है, इन पंक्तियों से हमें यह पता चलता है। ഈ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് हाँ, वही है। എന്താണ്? पिता के बाद हम भाइयों के बीच पुल बनी थी माँ। അപ്പോൾ അച്ഛൻ്റെ മരണശേഷം ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി അമ്മ ഒരു പാലമായി മാറി. पिता के बाद हम भाइयों के बीच पुल बनी थी माँ। माँ के धीरे धीरे टूटने को बेटे क्या समझने लगी? അമ്മ പതുക്കെ പതുക്കെ ബലക്ഷയം ഉണ്ടാകുന്നതിൽ നിന്ന് കുട്ടികൾക്ക് എന്താണ് മനസ്സിലായത്? धीरे धीरे टूटने को बेटे क्या समझने लगे? बूढ़ा रही है माँ। അമ്മ വൃദ്ധയായിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. समझने लगे? അമ്മ വൃദ്ധയായിരിക്കുകയാണ്. ബൂട്ട എന്ന് പറഞ്ഞ വൃദ്ധ. यहाँ बच्चों अब बता सकते हैं ബൂട്ട എന്നുള്ളത് माँ के പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. वास्तविक कारण क्या होगा? यहाँ बच्चों अब बता सकते हैं कि माँ के टूटने का वास्तविक कारण क्या होगा? അപ്പം നിങ്ങൾക്ക് കുട്ടികൾക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ അമ്മ ഇങ്ങനെ ബലക്ഷയം, അത് പൊട്ടിക്കൊണ്ടിരിക്കാനുള്ള അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നിങ്ങൾ കുട്ടികൾക്ക് പറയാൻ സാധിക്കുമോ? बेटों का सहयोग पूरी तरह न मिलना। बेटों का सहयोग पूरी तरह न मिलना। അപ്പം അമ്മ അങ്ങനെ ബലക്ഷയം ഉണ്ടാകാനുള്ള കാരണം മകന്മാരുടെ എന്താ പറയുക സഹായം മൊത്തമായിട്ട് മക്കളുടെ സഹായം ലഭിക്കാത്തതിനാലാണ് അമ്മ ഇങ്ങനെ തളർന്നുകൊണ്ടിരുന്നത്, അല്ലേ? देखिए, यहाँ बेटे स्वयं का उड़ते हैं, हम देखते रहे। इसका मतलब क्या है? അപ്പോൾ ഇവിടെ മക്കൾ തന്നെ സ്വന്തമായിട്ട് പറയുന്നുണ്ട്, ഹം ദേഖ്തേ രഹെ, ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? देखते रहे, इसका मतलब क्या है? अब बेटे पश्चाताप विवश है। അപ്പോൾ എന്താണ് ഇപ്പം മക്കൾ പശ്ചാത്തപിക്കുന്നു. അവരുടെ അമ്മ ഇങ്ങനെ പ്രായമാകുന്നുണ്ട്, അവരുടെ അമ്മയ്ക്ക് താങ്ങാനാകാത്ത ഭാരമുണ്ടെന്ന് മക്കൾക്ക് മനസ്സിലായത് അവരതിൽ പശ്ചാത്തപിക്കുന്നു. पश्चाताप विवश है। बेटों के पश्चाताप का कारण क्या होगा? എന്തിനായിരിക്കാം മക്കൾ പശ്ചാത്തപിക്കുന്നത് ഇപ്പോൾ? क्योंकि वे मानते रहे कि बुढ़ापे के कारण ही माँ टूटती रहती है। കാരണം അവർക്ക് മനസ്സിലായി അമ്മ പ്രായമാകുന്നത് കൊണ്ട് ആണ് അമ്മ ഇങ്ങനെ ചിന്നിച്ചിതറിക്കൊണ്ടിരിക്കുന്നതെന്ന്. क्योंकि वे मानते रहे कि बुढ़ापे के कारण ही माँ टूटती रहती है। अब आप लोग इन 8 पंक्तियों का आशय पूरा लिखिए। അപ്പോൾ ഈ 8 വരികളുടെ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലായ ആശയം എഴുതണം.
शंका हो तो എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ अध्यापिका से നിങ്ങളുടെ ടീച്ചറിനോട് ചോദിക്കുക. पूरा करके उन्हें दिखाना न भूलें. അതുപോലെ നിങ്ങൾ ആശയം മുഴുവൻ എഴുതിയിട്ട് അധ്യാപികയെ കാണിക്കുകയും വേണം. फिर कविता का आलापन करें. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഈ കവിത ആലപിച്ച് നോക്കാം. के बीच पुल बनी थी അപ്പം ഞാൻ ഈ കവിതയുടെ അർത്ഥം ഒന്നുകൂടി ഹം ഭായിയോं के बीच पुल बनी थी माँ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ അമ്മ ഒരു പാലമായി മാറിയിരുന്നു. जिसमें आए दिन दौड़ती रहती थी बेधड़क बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चुक. അതായത് ഹം ലോഗോം കി ചുക് 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 എന്ന് പറയുമ്പോൾ അത് അവരുടെ വണ്ടി, ട്രെയിൻ വണ്ടി ആ പാലത്തിലൂടെ ഒരു തടസ്സങ്ങളും ഇല്ലാതെ നീങ്ങിക്കൊണ്ടിരുന്നു. അതാണ് ഈ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. അതായത് അമ്മ പാലമായി മാറി അച്ഛൻ മരിച്ചതിന് ശേഷം, അത് അമ്മയായിരുന്നു മക്കളെ എല്ലാ രീതിയിലും നോക്കുന്നത്. ആ മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കി മക്കളെ ഒരു കുറവും അറിയിക്കാതെ അമ്മ വളർത്തി എന്നുള്ളതാണ് ഈ വരികളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിതാക്കെ ബാദ് ഹം ഭായിയോं के बीच पुल बनी माँ. വീണ്ടും അത് പറയുന്നു. അതായത് അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങളുടെ ഇടയിൽ അമ്മ ഒരു പാലമായി മാറി. അചാനക് നെഹി ടൂട്ടി, പെട്ടെന്നൊന്നുമല്ല അമ്മ ബലക്ഷയം സംഭവിച്ചു. ആ പാലത്തിന് പെട്ടെന്നൊന്നുമല്ല ബലക്ഷയം സംഭവിച്ചത്. പതുക്കെ പതുക്കെ ധീരെ ധീരെ ടൂട്ടി രഹി, പതുക്കെ പതുക്കെയാണത് പൊട്ടിക്കൊണ്ടിരുന്നത്. ഹം ദേഖ്തേ രഹെ, ഞങ്ങളത് നോക്കിക്കൊണ്ടിരുന്നു. ഓർ മാനത്തെ രഹെ, അങ്ങനെ ഞങ്ങൾ മാനത്തെ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി. ബൂട്ടാ രഹി ഹേ മാ, അമ്മ പ്രായമായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അപ്പം നിങ്ങൾക്ക് ഈ കവിതയുടെ ആശയം മനസ്സിലായത് ഒരുമിച്ച്, അതായത് ആദ്യം 6 വരിയുടെ എഴുതാൻ പറഞ്ഞു, പിന്നത്തെ 8 വരിയുടെ വീണ്ടും എഴുതാൻ പറഞ്ഞു. ഇനി ഇത്രയും വരികളുടെ ഒരുമിച്ച് ആക്കി നിങ്ങൾ ജോഡ്ത്തെ രഹ എന്ന് പറയുമ്പോൾ ഒരുമിച്ചാക്കി എഴുതാൻ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. മൊത്തം എഴുതിയെങ്കിൽ അധ്യാപികയെ കാണിക്കുക. ഇവിടെ കവിതയുടെ ഒരു ആശയം കൊടുത്തിട്ടുണ്ട്. അമ്മ സഹോദരങ്ങൾക്കിടയിൽ ഒരു പാലമായി മാറിയിരുന്നു. പാലം എന്ന് പറയുമ്പോൾ കിനാരോ, അതായത് തീരങ്ങളെ കിനാരോ, 2 തീരങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒന്നാണ് എന്താണ് പുൽ. അതായത് നമുക്ക് തന്നെ അറിയാം, പാലം എന്ന് പറയുമ്പോൾ 2 കരകളെ ഒന്നിപ്പിക്കുന്നതാണല്ലേ. മാം പരിവാർ കെ ഹർ സദസ്യക്കോ ആപ്പസ് മേ ജോട്ട്നെ വാലി കടി രഹി. അപ്പം അമ്മയാകുന്ന പാലമായിരുന്നു വീട്ടിലെ എല്ലാ സദസ്യരെയും, അതായത് എല്ലാ ആളുകളെയും കൂടി ഒന്നിപ്പിക്കുന്ന ആ ഒരു കണ്ണി അമ്മയായിരുന്നു. ഇസ് മാ രൂപി പുൽ സെ ബച്ചൻ കി സിന്ദഗി രൂപി റെയിൽഗാഡി ബേരോട്ട് ചൽത്തി രഹി. അതായത് അമ്മയാകുന്ന പാലത്തിലൂടെ മക്കളുടെ ജീവിതമാകുന്ന ട്രെയിൻ ഒരു തടസ്സവുമില്ലാതെ പൊയ്ക്കൊണ്ടിരുന്നു. പിതാക്കെ ചൽ ബസ്നെ കി ബാത് ബി ഭായിയോं के बीच മാ പുൽ ബനി രഹി. അച്ഛൻ മരിച്ചു പോയതിന് ശേഷം പോലും, ബാത് എന്ന് പറയുമ്പോൾ ശേഷം, ഭായിയോं के बीच സഹോദരങ്ങൾക്കിടയിൽ അമ്മ ഒരു പാലമായി മാറി. മാ ധീരെ ധീരെ ടൂട്ട്നേലേക്ക്, പക്ഷെ ആ പാലം പതുക്കെ പതുക്കെ പൊട്ടാൻ തുടങ്ങി. യാനി മാനസിക രൂപ സെ വഹ് ധീരെ ധീരെ കംസോർ ഹോത്തി ഗയി. അതായത് മാനസികമായിട്ടും ആ അമ്മ തളരാൻ തുടങ്ങിയിരുന്നു. ഉസ്കെ ശരീർ പർ ബൂട്ടാപ്പെ കാ അസർ ദിഖ്നെ ലഗ. അവരുടെ ശരീരത്തിൽ ആ പ്രായമാകുന്നതിൻ്റെ അല്ലെങ്കിൽ വൃദ്ധയാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങിയിരുന്നു. വഹ് ശാരീരിക രൂപ സെ ബി കംസോർ ഹോനെ ലഗീത്തി. അപ്പോൾ അവരുടെ ശരീരത്തിൽ പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങി. അതുപോലെ അപ്പോൾ ആ ശാരീരിക രൂപത്തിൽ പോലും അവർക്ക് ഒരു തളർച്ച അല്ലെങ്കിൽ ബലക്ഷയം സംഭവിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് കവിത ഇഷ്ടമായോ? ഒന്നുകൂടി വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും വാക്കുകളുണ്ടെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിലുള്ള ആ ഒരു ഡിക്ഷണറിയിൽ നോക്കുക, അല്ലെങ്കിൽ അതിലില്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകരോട് ചോദിക്കാം. മുഴുവൻ ആശയം എഴുതാൻ മറക്കണ്ട. നന്ദി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലെ മറ്റ് സഹപാഠികൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.